പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോയായിട്ടാണ്. എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ തയ്ച്ച ബ്ലൗസിൻ്റെ ഷോൾഡർ ഊരി പോകുന്നുണ്ടെങ്കിലും, ഇനി തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ബ്ലൗസിൻ്റെ ഷോൾഡർ ഊരി പോകുന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടതെന്നതിനെക്കുറിച്ച് വലിയൊരു കണ്ടുപിടുത്തം പോലെ തന്നെ നമുക്കത് ചെയ്യണം. നിങ്ങൾക്കതിനെക്കുറിച്ചുള്ളൊരു അറിവ്. ആദ്യം തന്നെ നമ്മൾ തയ്ച്ച അളവിന് ഷോൾഡർ ഊരിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, പ്രത്യേകം നമ്മൾ ഈ ഫ്രണ്ട് പീസ്, അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ കണക്കായിട്ടാണോ ലൂസ് വരുന്നതെന്ന് പ്രത്യേകം നമ്മളൊന്ന് അളന്ന് നോക്കണം. അതായത് നമുക്ക് 40 ഇഞ്ച് ആ വണ്ണമെങ്കിൽ നമ്മൾ 40 ഇഞ്ച് നമ്മൾ വണ്ണമുണ്ട്, ഇനി 4ആയിട്ട് ഭാഗിച്ചാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കുന്നത്. 4ആയിട്ട് ഭാഗിച്ച് ബ്ലൗസ് തയ്ക്കും. അപ്പോൾ ഷോൾഡർ ഊരി പോകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ 4ആയിട്ട് ഭാഗിച്ചതിൽ ഫ്രണ്ട് പീസ് നമുക്ക് കൂടാൻ പാടില്ല. ചിലത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ബാക്ക് പീസയിൽ 1/2 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് ഫ്രണ്ടിൽ പീസയിൽ ഈ 4/1 1/2 ഇഞ്ച് കൂട്ടിക്കൊടുക്കും. ഈ ഭാഗത്ത് കൂട്ടിക്കൊടുത്ത് വണ്ണം ക്ലിയർ ചെയ്യും. അപ്പം ഒരു കാരണവശാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഷോൾഡർ ഊരി പോകുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അളക്കേണ്ട ഭാഗമെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് പീസ്, അതായത് സാരി ബ്ലൗസിൻ്റെ ഈ ഫ്രണ്ട് ഭാഗമല്ലേ, ഈ ഫ്രണ്ട് ഭാഗം നമ്മുടെ ചുറ്റുവണ്ണത്തിൻ്റെ 4/1 നിന്നും എത്രയും ഭാഗം കൂടുതലാണ് കിടക്കുന്നതെന്ന് പ്രത്യേകം നിങ്ങൾ നോക്കണം. അതളന്ന് തന്നെ നോക്കണമെന്ന് പറഞ്ഞാൽ, നമുക്ക് 40 ഇഞ്ച് വണ്ണമാണെങ്കിൽ ഈ ഫ്രണ്ട് ഒരു കാരണവശാലും 10 ഇഞ്ച് കൂടരുത്. ഇപ്പം 36 ഇഞ്ച് വണ്ണമാണെങ്കിൽ നമ്മൾ 4 ഇഞ്ച് കൂട്ടി 40 ഇഞ്ച് വെക്കും. വലിയുന്ന തുണിയാണെങ്കിൽ നമ്മൾ ഒരു 3 ഇഞ്ചാക്കിയിട്ട് അതിൻ്റെ 4/1 വെക്കും. ഇപ്പം 36 ഇഞ്ച് വണ്ണം, അതിൻ്റെ കൂടെ 3 കൂടെ കൂട്ടി 31 വരുമ്പോൾ നമുക്ക് അതിൻ്റെ 4/1 പറയുന്നത് 9.25. ഈ 9.25 കൂടുതലുണ്ടോ എന്ന് പ്രത്യേകം നിങ്ങൾ അളവ് ബ്ലൗസ് അളന്ന് നോക്കണം. അളവ് ബ്ലൗസ് അങ്ങനെ അളന്ന് നോക്കുമ്പോൾ 4/1 ഈ ഫ്രണ്ട് കൂടുതലാണെങ്കിൽ ഷോൾഡർ ഊരിപ്പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം പ്രത്യേകം നിങ്ങൾ അളവ് ബ്ലൗസിൽ തയ്ച്ച ബ്ലൗസിന് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുവാണെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഇത് മൊത്തം ചുറ്റളവിൻ്റെ 4/1 ഫ്രണ്ട് പീസ് കൂടുതലുണ്ടോ എന്ന് പ്രത്യേകം നോക്കണം. അതാണ് ആദ്യത്തെ ഇത്. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബ്ലൗസിൻ്റെ വണ്ണം ഒരു 1/2 ഇഞ്ച് കൂടുതലുണ്ടെങ്കിലും ഈ ഷോൾഡർ ഊരാനുള്ള സാധ്യത 90% കൂടുതലാണ്. 1/2 ഇഞ്ച് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ക്രോസ് കട്ടിംഗ് ആണോ സ്ട്രെയിറ്റ് കട്ടിംഗ് ആണോ നോക്കിയിട്ട് 1/2 ഇഞ്ച് കൂടുതലുണ്ടെങ്കിലും ആ ലൂസ് ആദ്യം തന്നെ നമ്മൾ കുറയ്ക്കണം. പ്രത്യേകം നോക്കണം, ആ ലൂസ് കുറയ്ക്കണം. അപ്പം നിങ്ങളെടുത്ത് ഷോൾഡർ ഊരിപ്പോകുന്ന തയ്ച്ച് കൊടുത്ത ഒരു ബ്ലൗസ് കസ്റ്റമർ കംപ്ലൈൻറ്റുമായിട്ട് വന്നാൽ അത് നിങ്ങളൊന്ന് ഇടിയിപ്പിച്ച് നോക്കിയിട്ട് ആദ്യം കൈക്കുഴിയുടെ ഭാഗം നോക്കണം. രണ്ടാമത് ഈ വണ്ണത്തിൻ്റെ ഈ ഹുക്ക് ഇടിയിപ്പിക്കണം. ഇങ്ങനെ ഹുക്ക് ഇട്ടിട്ട് നമ്മൾ ഓൾറെഡി ഇട്ട് ഈ സൈഡ് ഇങ്ങനെ പിടിച്ച് നോക്കണം. ഈ സൈഡ് ഇങ്ങനെ ഒരു വിരൽ കൊണ്ട് നമ്മുടെ ഈ കഷത്തിൻ്റെ സൈഡ് പിടിച്ച് നോക്കണം. പിടിച്ച് നോക്കുമ്പോൾ തന്നെ ഒരു കാരണവശാലും ഷോൾഡറിൻ്റെ ഇവിടെ നമുക്ക് പിടുത്തം വരും. ആ പിടുത്തം നമുക്ക് കിട്ടുന്ന എവിടെ നിന്നെന്ന് പറഞ്ഞാൽ, ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്തു നിന്നാണ് ഷോൾഡർ പിടിച്ച് നിൽക്കുന്നത്. പ്രത്യേകം ഓർത്തോണം. കാരണം ബാക്ക് നെക്ക് കൈക്കുഴിയെക്കാട്ടിലും നോക്കണം, കൈക്കുഴിയെക്കാട്ടിലും ബാക്ക് നെക്ക് 1 ഇഞ്ച് ഇറങ്ങിയാൽ പോലും ഷോൾഡർ ഊരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ലൂസ് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് നെക്ക് ടൈറ്റ് ആകും. ഈ ഫ്രണ്ട് നെക്ക് ടൈറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടൈറ്റ് ബാധിക്കുന്നത് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നല്ലപോലൊരു പിടുത്തം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത്, ആദ്യം സാരി ബ്ലൗസിൻ്റെ ബോഡി വണ്ണം ചുറ്റളവ് എത്രയാണോ അതിൻ്റെ 4/1 തന്നെയാണോ ഫ്രണ്ട് ഇട്ടിരിക്കുന്നതെന്ന് പ്രത്യേകം നോക്കണം. ബുക്കയിൽ അത് എഴുതിയിടണം. അതായത് നമുക്ക് 40 ഇഞ്ച് വണ്ണമാണ് അല്ലെങ്കിൽ 36 ഇഞ്ച് വണ്ണമാണ്, അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടി വലിയുന്ന തുണിയാണെങ്കിൽ നമ്മൾ എത്രയും 39 4/1 9.25. 9.25 കൂടുതലാണോ ഫ്രണ്ട്, അതോ കറക്റ്റായിട്ടാണോ ഫ്രണ്ട് കിടക്കുന്നതെന്ന് തയ്ച്ച ബ്ലൗസിൻ്റെ നമ്മൾ അളന്ന് നോക്കണം. ഓക്കെ, അങ്ങനെ അളന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അതെന്താ ചെയ്യേണ്ടത്, അത് 4/1 ആദ്യമേ കറക്റ്റ് ചെയ്യണം.
പിന്നീട് നമ്മൾ രണ്ടാമത് ഇട്ട് നോക്കിയിട്ട് ഈ കൈക്കുഴിയുടെ ഭാഗത്ത് എന്തെങ്കിലും ലൂസ് കാണിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കണം. കൈക്കുഴിയുടെ ഭാഗത്ത് ലൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൈയുടെ ലൂസ് കുറച്ചിട്ട് കൈക്കുഴി അരയിഞ്ച് കുറയ്ക്കാനുള്ള മാർഗം നോക്കണം. അത്രയും ഭാഗം ബുക്കിൽ എഴുതിയിടണം. പിന്നെ നമ്മൾ ചെയ്യാറുള്ള തയ്ച്ച ബ്ലൗസിൻ്റെ ഷോൾഡർ ഊരുന്നു എന്ന കാര്യമാണ്. നമ്മൾ ഏകദേശം ഇതേ ഒരു വീതിയിൽ ഒരു തുണി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് ഒട്ടും ചുളിയാതെ കൃത്യമായ അളവിൽ വെച്ചിട്ട് നമുക്ക് ഈ വീതിയിൽ ഒരു പ്രസ് ബട്ടൺ വേണേൽ കൊടുത്ത് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാം. പ്രസ് ബട്ടൺ കൊടുക്കുമ്പോൾ ഇതിന് ഒരു കാരണവശാലും ഈ ഈ ലൂപ്സ് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ പ്രസ് ബട്ടൺ എടുക്കണം. കാരണം പ്രസ് ബട്ടൺ ലൂസാകാൻ പാടില്ല. ചിലർ വെക്കും അത് ലൂസായി കിടന്നാൽ പിന്നെ ആ സ്ട്രാപ്പിൽ അത് പിടിച്ച് നിൽക്കത്തില്ല. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ ഈ ലൂപ്സ് നമ്മൾ പ്രസ് ബട്ടൺ ഇട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലൂപ്സ് ഇതുപോലെ തന്നെ ടൈറ്റായിട്ട് തന്നെ നിൽക്കണം. എന്നാൽ ഈ ഷോൾഡറിൽ നിന്നും പ്രസ് ബട്ടൺ തമ്മിൽ ലൂസ് വരാനുള്ള സാധ്യതയും ഉണ്ടാകരുത്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ പ്രത്യേകം പഠിച്ചു വെച്ചോണം. അത് പറയുന്ന മൊത്തം തയ്ച്ച ബ്ലൗസിന് ഷോൾഡർ ഊരിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന ഘടകമാണ് ഇത്, ഈ ഒരു ഓപ്ഷൻ. പിന്നെ അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഈ സാരി ബ്ലൗസ് നമ്മളിങ്ങനെ വെട്ടിക്കഴിയുമ്പോൾ ഈ ഫ്രണ്ട് വശം ഈ ഒരു ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരുന്ന ബ്ലൗസാണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഷോൾഡറിൻ്റെ ഈ ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗമുണ്ട്, ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഓവൽ പോലെ നമുക്ക് കൊടുക്കാം. അത് ഞാൻ ചോക്കിന് മാർക്ക് ചെയ്ത് കാണിക്കാം. കുത്തനെ നമ്മൾ സ്ട്രെയിറ്റ് വെട്ടാതെ കാലിഞ്ചോളം ഇങ്ങനൊരു മാർക്ക്, ഇങ്ങനൊരു ഓവലിൽ നമുക്ക് വെട്ടിയെടുത്ത് വേണമെങ്കിലും തയ്ക്കാം. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ട് ഇങ്ങനെ നേരെ വന്നിട്ട് ഇവിടെ ഒരു 4 ഇഞ്ചിൻ്റെ ഒരു കുനിപ്പ് കൊടുത്ത് വേണമെങ്കിലും നമുക്ക് ഷോൾഡർ വെട്ടിയെടുത്തേക്കാം. ചിലരെ ഷോൾഡറിന് ചില വ്യത്യാസങ്ങൾ വരുമ്പോൾ നമുക്കങ്ങനെ സംഭവിക്കാറുണ്ട്. ഷോൾഡർ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ നമുക്കിങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ചെറിയൊരു ഓവൽ ഇത്രയും കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിന് 4 ഇഞ്ചും കൂടെ എടുത്ത് ഇങ്ങനെ എടുക്കാനും സൂക്ഷിച്ചോണം കേട്ടോ. ഇങ്ങനെ എടുക്കാനും സൂക്ഷിച്ചോണം, ഇല്ല നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ അളവ് മാറിപ്പോകും, ഫ്രണ്ട് നെക്കിൻ്റെ അളവ് നമുക്ക് മാറിപ്പോകും. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഓവൽ എടുത്ത് വെട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതും പിന്നെ നമ്മൾ ഫ്രണ്ട് പീസിൽ കൊടുക്കാറുള്ള ഒരു 4 ഇഞ്ച്, ഇവിടെ നമ്മളൊരു 4 ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ ഇവിടെ എടുത്ത് കളയണം. ഇത് രണ്ടും കൂടെ എന്തിനാണ്, നമ്മുടെ നെക്ക് ബലമായിട്ട് പിടിച്ചു നിർത്തുന്ന പ്രധാന ഘടകങ്ങൾ ഒന്നാണ്. പിന്നെ ഞാൻ പറയുന്നത്, ഇവിടെ നമ്മൾ പടി കൊടുത്തിട്ട് നമുക്ക് ബോഡി വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ചോ 4 ഇഞ്ചോ കൂട്ടിക്കഴിഞ്ഞിട്ട് 4-1 എത്രയാണോ ആ 4-1 ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ചോക്കുപാടിട്ടാൽ ചിലപ്പോൾ 4 ഇഞ്ച് കൂടി പോകും. അപ്പോൾ നിങ്ങൾ കൂടുതലും പെൻസിലിനോ ഇല്ലേ ഗ്ലാസ് മാർക്കർ കൊണ്ടോ കുത്തി മാർക്ക് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് കൈക്കുഴിയിൽ നിന്ന് താന്ന് വേണം അത് ചെയ്യാൻ. കൈക്കുഴി നമ്മളൊരു തുമ്പ് പിടിക്കുമല്ലോ കൈ ചേർക്കാൻ നേരം, ആ തുമ്പിൽ നിന്നും ഒരു 4 ഇഞ്ച് ഇല്ലേ 4 ഇഞ്ച് ഒരു പോയിൻറ്റും താത്തിട്ട് ഇങ്ങനെ 4-1 നമ്മൾ മാർക്ക് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ ഈ ഷോൾഡർ ഊരുന്ന കസ്റ്റമർ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ അതുപോലെ ശ്രദ്ധിച്ച് ഒരു പേപ്പർ സ്കെച്ച് എടുത്ത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അങ്ങ് വെട്ടി തയ്ക്കുകയും പിന്നെ നമ്മുടെ സമയം ഒട്ടും പോകാതെ ഇരിക്കും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. തയ്ച്ച ബ്ലൗസിന് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കണം. ഞാൻ ബോഡി വണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞു, ഷോൾഡറിൻ്റെ ലൂസിനെ പറ്റിയുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെ പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തയ്ച്ച ബ്ലൗസിനാണെങ്കിലും തയ്ക്കാൻ പോകുന്ന ബ്ലൗസിനാണെങ്കിലും നമ്മൾ ഇതുപോലെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു. മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഞാൻ ഓരോ കംപ്ലൈൻറ്റുകൾ മാറ്റിയെടുക്കാനുള്ള വീഡിയോ ഇടുന്നുണ്ട്. അതൊക്കെ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ് അടുത്തടുത്ത വീഡിയോ നമുക്ക് ചെയ്യാനായിട്ടുള്ള വലിയൊരു പ്രചോദനം. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഓരോ കംപ്ലൈൻറ്റുകളും നിങ്ങൾ ഇന്ന കംപ്ലൈൻറ്റുകൾ വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഓരോ കംപ്ലൈൻറ്റും എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയും അത്
ചെയ്ത് നമ്മുടെ കസ്റ്റമറിന് എത്രത്തോളം വിജയിച്ചു എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക്